യഥാർത്ഥത്തിൽ ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ പാകിസ്ഥാൻ പരക്കം പായാൻ തുടങ്ങി. അമേരിക്ക ഇതിൽ എന്തെങ്കിലും രീതിയിൽ ഇടപെടുത്താൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ശ്രമം. എന്നാൽ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശം അരക്കെട്ട് ഉറപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ഇന്ന് അമേരിക്ക ചെയ്തത്. ഇന്ത്യക്ക് അതിനുള്ള പൂർണ്ണമായ അവകാശമുണ്ടെന്ന് കൂടി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളുമായി ഇത് പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുകയാണ്. മധു, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഒരുപക്ഷേ അമേരിക്കയെ പോലൊരു രാജ്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടായാൽ ഇന്ത്യ പിന്നോക്കം പോകും എന്നവർ ധരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്നാൽ സെൽഫ് ഡിഫൻസ്, സ്വയം പ്രതിരോധം എന്നുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും ആഭ്യന്തരമായ അവകാശമാണ്. ആ അവകാശം ഒരിക്കലും തള്ളിപ്പറയാൻ അമേരിക്ക പോലെ രാജ്യത്തിന് കഴിയുകയുമില്ല. കൂടുതൽ വിവരങ്ങൾ എന്താണ്? അമേരിക്കയിലെ പബ്ലിക് ഒപ്പീനിയൻ ഈ കാര്യത്തിൽ എങ്ങനെയാണ്? അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് വൻ ശക്തികൾക്കിടയിൽ വ്യക്തമായ ഇന്റലിജൻസ് ഉണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ തോതിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. തന്നെയുമല്ല, ഒരു ആണവായുധ യുദ്ധത്തിനെ പറ്റിയുള്ള ചർച്ചകളും പാശ്ചാത്യ മാധ്യമങ്ങളിൽ ചെറിയ തോതിലെങ്കിലും നടക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലായിരിക്കാം ഐക്യരാഷ്ട്രസഭയുടെ പാകിസ്ഥാൻ പ്രതിനിധി റിസ്വാൻ ഷെയ്ഖ് ഇന്ന് ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അദ്ദേഹം ഡൊണാൾഡ് ട്രംപിനെ പറ്റി പറഞ്ഞത്, ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകണം? അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൽ വിശ്വാസമുണ്ട്. യുദ്ധങ്ങൾ പറഞ്ഞു തീർക്കുന്നതിലും തർക്കങ്ങൾ പറഞ്ഞു തീർക്കുന്നതിലും ഡൊണാൾഡ് ട്രംപിന്റെ കഴിവുകൾ എണ്ണിപ്പറഞ്ഞാണ് അദ്ദേഹം ഈ സംഘർഷാവസ്ഥയെ പറ്റി പറഞ്ഞത്. തന്നെയുമല്ല, അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക് ന്യൂക്ലിയർ ടേംസിലുള്ള ഫ്ലാഷിയസ്റ്റ് ഫ്ലാഷ് പോയിന്റിനുള്ള ഒരു സാധ്യത ഡൊണാൾഡ് ട്രംപ് ഉള്ളപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു ആണവായുധ യുദ്ധത്തിന് തയ്യാറാകുമോ എന്നുള്ളതിന്റെ അത് ഡൗൺ സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, നിരന്തരമായി പാകിസ്ഥാൻ അമേരിക്കൻ ഭരണകൂടവുമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മാർക്കോ റൂബിയോ US സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു. മാർക്കോ റൂബിയോ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഇന്ത്യക്കൊപ്പമാണ് ഈ കാര്യത്തിൽ. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ, ഭീകരവാദത്തിനെ എതിർക്കുകയും ഭീകരരെ തുരത്തുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. വേണ്ടി വന്നാൽ മറ്റൊരു രാജ്യത്ത് കയറി ആക്രമിക്കുന്നതിന് നയതന്ത്രം പോലും മാറ്റി വെച്ചുകൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അമേരിക്കയിലെ പൊതുജനങ്ങളുടെ ഒപ്പീനിയൻ എടുത്താൽ പോലും ഈ ഒരു രീതിയിലാണ്. ലോകത്ത് ഭീകരവാദം പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്.